ഇന്ന് പലപ്പോഴും നമുക്ക് സിനിമകളിൽ മാതാപിതാക്കൾക്കൊന്നും റോളില്ല, കുറവാണല്ലേ. അമ്മമാരില്ല എന്നൊക്കെ പറയുന്നത്. അമ്മമാരൊക്കെ റോളുകളില്ല, ആ വേഷം ചെയ്യാൻ ആളെ ആവശ്യം പോലും ഇല്ല. ഇപ്പം നമ്മളീ കണ്ട സിനിമകൾ, ഇപ്പോൾ സുകുമാരി ചേച്ചി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലളിത ചേച്ചി, അവർക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു റോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണില്ല. അത്ര അമ്മ വേഷങ്ങളില്ല. അതേപോലെ ഇതേപോലത്തെ ചിത്രങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആളുകളുടെ ഏറ്റവും കൂടുതൽ പ്രതികരണം വെച്ചാൽ വെറും ഫാസ്റ്റ് ആൻഡ് ബേസോ അല്ലെങ്കിൽ മസാലാസോ വയലൻസോ അല്ലാതെ ഇതേപോലത്തെ ചിത്രങ്ങളും സിനിമയിലുണ്ട്, അല്ലെങ്കിൽ ഇതും സിനിമയാണ്, ഇങ്ങനെ സിനിമ എൻജോയ് ചെയ്യാമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതേപോലത്തെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രേക്ഷകർ ഉണ്ടാകുന്ന ഇമോഷൻസ്. അപ്പം താങ്കളുടെ പെർസ്പെക്റ്റീവിൽ ഇപ്പോഴത്തെ ഇതുപോലത്തെ ഉള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. വളരെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജനറേഷൻ മാറുന്നതനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, അവരുടെ സിനിമയോടുള്ള അപ്രോച്ച് മാറുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ ഉണ്ടായിരുന്നു, അവർ ചെയ്ത രീതിയിലുള്ള സിനിമകളല്ല നമ്മൾ ചെയ്തത്. പിന്നെ നമ്മളുടെ ആ തലമുറയിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ഉണ്ടായിരുന്നു. നമ്മൾ അത്തരം സിനിമകൾ സ്വീകരിക്കുന്ന ഒരു വലിയ തലമുറ നമ്മുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾ ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന സിനിമകളാണ്. അവർ കുറച്ചുകൂടെ എക്സ്പോസ്ഡാണ്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടാകുന്ന ഏറ്റവും പുതിയ സിനിമകളൊക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവർ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്. അതിനെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ജനറേഷന് മനസ്സിലാകുന്ന കഥ പറച്ചിൽ രീതികളൊക്കെയാണ്. അതുണ്ട്. അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പൊതുസമൂഹങ്ങളൊക്കെ കാണും. അത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു വയലൻസിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ സമൂഹത്തിലേക്കും അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു ജനറേഷൻ നമ്മൾ അവർ വളർന്നു വരുന്ന അവർ കടന്നുപോയ ജീവിതാനുഭവങ്ങളൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ജീവിച്ച പോലെ അല്ലെങ്കിൽ എൻ്റെ തലമുറ ജീവിച്ച പോലെയുള്ളൊരു ജീവിതാനുഭവങ്ങളിലൂടെ അല്ല അവർ കടന്നു പോകുന്നത്. അവർ ജനിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പോലെ ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷനിലേക്ക് അവരെത്തിയിരിക്കുന്നു. അവർ നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിലെ റിലേഷൻഷിപ്പിലൊന്നും അല്ല അവരല്ലേ. നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ക്ലോസ് നിറ്റായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു, സുഹൃത്തുക്കളായിട്ട്. ഇന്ന് പലപ്പോഴും നമുക്ക് സിനിമകളിൽ മാതാപിതാക്കൾക്കൊന്നും റോളില്ല, കുറവാണല്ലേ. അമ്മമാരില്ല എന്നൊക്കെ പറയുന്നത്. അമ്മമാരൊക്കെ റോളുകളില്ല, ആ വേഷം ചെയ്യാൻ ആളെ ആവശ്യം പോലും ഇല്ല. ഇപ്പം നമ്മളീ കണ്ട സിനിമകൾ, ഇപ്പോൾ സുകുമാരി ചേച്ചി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലളിത ചേച്ചി, അവർക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു റോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണില്ല. അത്ര അമ്മ വേഷങ്ങളില്ല. കുടുംബങ്ങൾക്കുള്ളിലല്ല കഥ നടക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ വയലൻസിൻ്റെ ഒരു സാഹചര്യങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെയാണ് ഇപ്പോൾ കഥ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരുണ്ടാക്കുന്ന സിനിമകളാണ്. അത് അവരാസ്വദിക്കുന്നുണ്ട്, ആ ജനറേഷൻ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം വയലൻസ് ഉണ്ടാകുന്ന സിനിമകളിലൊക്കെ ആദ്യത്തെ ദിവസം ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ തന്നെയാണ്. പുതിയ സിനിമകൾ ഇറങ്ങുമ്പോഴും അതിൻ്റെ ഒരു ഫെയ്റ്റ് നിർണ്ണയിക്കുന്നതും ഈ പുതിയ തലമുറയിലെ പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. അവർ എൻജോയ് ചെയ്യുന്ന അവരായിരിക്കും ആദ്യം ഒരാഴ്ച തിയേറ്ററുകൾ വരികയും ഒരു സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നതും അവർ തന്നെയായിരിക്കും. ഒരു ഫാമിലി ഓഡിയൻസ് പിന്നീടായിരിക്കും തിയേറ്ററിലേക്ക് വരുന്നത്. എന്നാൽ അടുത്ത കാലത്തും വളരെ ഫീൽ ഗുഡായിട്ടുള്ള സിനിമകൾ വന്ന ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ സിനിമകളെ ആസ്വദിക്കുന്ന അവരുടെ തലമുറയിൽപ്പെട്ട ആൾക്കൊപ്പം അവർ സഞ്ചരിക്കുമ്പോൾ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ താങ്കൾ പറഞ്ഞ പോലെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇങ്ങനെയും സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സിനിമകളൊക്കെ വലിയ രീതിയിൽ ആസ്വദിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ പുതിയ തലമുറക്കാരും ഈ സിനിമ കണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്.